കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് മന്നം സമാധിയിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട സംഭവം. രാജ്യത്തിന്റെ രണ്ടാമത്തെ ഉയർന്ന ഭരണഘടനാ പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു സമുദായ സംഘടനയുടെ കീഴിലുള്ള സ്മാരകത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെടുന്നത് അത്യപൂർവവും അങ്ങേയറ്റം ഗൗരവകരവുമായാണ് കേന്ദ്ര സർക്കാർ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. ചങ്ങനാശ്ശേരി SB കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തിയ ഉപരാഷ്ട്രപതിക്ക് പെരുന്നയിലെ മന്നം സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താൻ NSS അനുമതി നൽകാതിരുന്നതാണ് ഈ വിവാദങ്ങളുടെ കേന്ദ്രബിന്ദു. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ സമാധി മണ്ഡപത്തിനുള്ളിൽ നടത്തേണ്ടതായിരുന്നു. എന്നാൽ മണ്ഡപത്തിനുള്ളിൽ ഇത്തരം പരിശോധനകൾ അനുവദിക്കാനാവില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ കർക്കശമായ നിലപാട് സ്വീകരിച്ചു. ക്ഷേത്ര മാതൃകയിൽ പരിപാലിക്കുന്ന വിശുദ്ധമായ ഒരിടത്ത് മുൻകൂർ അനുമതിയില്ലാതെ ഡോഗ് സ്ക്വാഡിനെ പ്രവേശിപ്പിക്കുന്നത് ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വിരുദ്ധമാണെന്ന് NSS നൽകുന്ന വിശദീകരണം. 1996 അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവു പെരുന്നയിലെത്തിയപ്പോഴും ഇതേ നിലപാടാണ് തങ്ങൾ സ്വീകരിച്ചതെന്ന് NSS നേതൃത്വം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഭരണഘടനാ പദവികളെക്കാൾ സമുദായത്തിന്റെ ആചാരങ്ങൾക്കും നയങ്ങൾക്കുമാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ G സുകുമാരൻ നായർ നൽകുന്നത്. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ സന്ദർശനം റദ്ദാക്കേണ്ടി വന്നത് രാജ്യത്തിന്റെ പ്രോട്ടോകോളിനോടുള്ള വെല്ലുവിളിയാണെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ആരെയും സമാധി സന്ദർശനത്തിന് അനുവദിക്കില്ലെന്നാണ് NSSന്റെ ഔദ്യോഗിക വിശദീകരണമെങ്കിലും ഇതിന് പിന്നിൽ ആഴത്തിലുള്ള രാഷ്ട്രീയ കാരണങ്ങളുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുമുണ്ട്. ഉപരാഷ്ട്രപതിയാകുന്നതിന് മുൻപ് CP രാധാകൃഷ്ണൻ BJPയുടെ പ്രമുഖ നേതാവും കേരളത്തിന്റെ പ്രഭാരിയുമായിരുന്നു. അദ്ദേഹത്തെ ഇപ്പോഴും ഒരു രാഷ്ട്രീയ നേതാവായി തന്നെ NSS കാണുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. അടുത്ത കാലത്തായി കേന്ദ്ര സർക്കാരും NSSും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണിട്ടുമുണ്ട്. പ്രത്യേകിച്ചും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് കേന്ദ്ര സർക്കാർ പത്മവിഭൂഷൺ നൽകിയതിന് പിന്നാലെ BJP നേതൃത്വവുമായി NSS കടുത്ത അകലത്തിലാണ്. വിശാല ഹിന്ദു ഐക്യമെന്ന BJPയുടെ ആശയത്തിൽ നിന്നും NSS പിന്മാറിയതിന്റെ തുടർച്ചയായാണ് ഉപരാഷ്ട്രപതിക്ക് നേരെയുള്ള ഈ കർക്കശ നിലപാടെന്നും കരുതപ്പെടുന്നുണ്ട്. മുമ്പ് പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനും സമാനമായ രീതിയിൽ സമാധിയിൽ അനുമതി നിഷേധിച്ചത് ഈ തർക്കങ്ങളുടെ മറ്റൊരു ഉദാഹരണമാണ്. മന്നം സമാധിയിലെ പരിശോധനകൾക്ക് NSS തടസ്സം നിൽക്കുമ്പോൾ മറ്റ് പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലെ സാഹചര്യം വ്യത്യസ്തമാണ്. ശബരിമലയിൽ രാഷ്ട്രപതി സന്ദർശനം നടത്തിയപ്പോൾ അവിടെ എല്ലാ സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കിയിരുന്നു. അതുപോലെ ശ്രീനാരായണ ഗുരുസമാധിയിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർ എത്തുമ്പോൾ SPG സുരക്ഷയിലെ കർശനമായ പരിശോധനകൾ നടക്കാറുണ്ട്. ഇവിടങ്ങളിൽ ഒന്നും ആചാര ലംഘനം എന്ന വാദം ഉയരാതിരിക്കുകയും പെരുന്നയിൽ മാത്രം ഇത് തടസ്സമാവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം കേന്ദ്ര സർക്കാർ ഗൗരവത്തോടെ ചോദിക്കുന്നുണ്ട്. ഭരണഘടനാ പദവി വഹിക്കുന്ന വ്യക്തികൾ രാഷ്ട്രീയത്തിന് അതീതരാണെന്നിരിക്കെ അവരെ രാഷ്ട്രീയത്തിന്റെ കണ്ണടയിലൂടെ കാണുന്നത് ജനാധിപത്യ മര്യാദകളുടെ ലംഘനമാണെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. ഒരു സംസ്ഥാനത്തെ പ്രധാന സ്മാരകത്തിൽ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പോലും തെറ്റായ സന്ദേശം നൽകുമെന്നും കേന്ദ്രം ആശങ്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം ഇവിടെ പരാമർശിക്കപ്പെടുന്ന മറ്റൊരു പ്രധാന വിഷയം മുരാരി ബാബു എന്ന വ്യക്തിയുമായി NSS നേതൃത്വത്തിനുള്ള ബന്ധമാണ്. ശബരിമല കൊള്ളയിലെ പ്രധാന പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന മുരാരി ബാബുവിന് NSSുമായി അടുത്ത ബന്ധമുണ്ടെന്ന് നേരത്തെ തന്നെ ചർച്ചയുണ്ടായിരുന്നു. മുരാരി ബാബുവിനെ പോലുള്ള വ്യക്തികളുടെ അടുത്ത ബന്ധുക്കൾക്ക് NSSൽ ജോലി നൽകുകയും ചെയ്തുവെന്ന ആക്ഷേപങ്ങൾ ഇതിനോടകം നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് ലഭിക്കുന്ന പരിഗണന രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിക്ക് ലഭിക്കുന്നില്ല എന്നത് NSS നേതൃത്വത്തിന്റെ ഇരട്ടത്താപ്പാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഉപരാഷ്ട്രപതിയുടെ സുരക്ഷാ പ്രോട്ടോകോൾ തടസ്സപ്പെടുത്തിയ സംഭവത്തെ കേന്ദ്ര ഏജൻസികൾ അതീവ ഗൗരവത്തിലാണ് കാണുന്നത്. ഇത് കേവലം ഒരു പ്രാദേശിക തർക്കമായല്ല, മറിച്ച് കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തോടുള്ള വെല്ലുവിളിയായാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടാനും സാധ്യതയുണ്ട്. ഹൈന്ദവ സംഘടനകളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ BJP ശ്രമിക്കുന്നതിനിടെ NSS സ്വീകരിച്ച ഈ നിലപാട് BJP കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി ജീവിതം സമർപ്പിച്ച മന്നത്ത് പത്മനാഭന്റെ സമാധി സ്ഥലം സന്ദർശിക്കാൻ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിക്ക് കഴിയാതെ പോയത് നിർഭാഗ്യകരമാണ്. ആചാര സംരക്ഷണം എന്ന NSSന്റെ വാദവും ഭരണഘടനാ പദവിയോടുള്ള ബഹുമാനവും തമ്മിലുള്ള ഏറ്റുമുട്ടലായി ഇതിനെ കാണാം. NSSന്റെ ഈ കടുംപിടുത്തം വരും കാലങ്ങളിൽ കേരളത്തിലെ രാഷ്ട്രീയ ധ്രുവീകരണത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. സമുദായ നയങ്ങൾ രാഷ്ട്ര താൽപര്യങ്ങൾക്കും ഭരണഘടനാ മൂല്യങ്ങൾക്കും മുകളിൽ പ്രതിഷ്ഠിക്കുന്നത് ജനാധിപത്യത്തിന് ശുഭകരമല്ലെന്ന വിലയിരുത്തലിലാണ് ഭൂരിഭാഗം നിരീക്ഷകരും.